നമസ്കാരം. ഇന്നത്തെ എല്ലാ വാർത്തകളും വിശദമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. രാഷ്ട്രപതിയുടെ റഫറൻസിൽ സുപ്രധാന നിരീക്ഷണവുമായി സുപ്രീം കോടതി. പ്രത്യേക സംഭവങ്ങളുടെ പേരിൽ ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിക്കാനാകില്ല. തീരുമാനമെടുക്കുന്നതിൽ കാലതാമസം നേരിട്ടാൽ കോടതിയെ സമീപിക്കാം. അതിന്റെ പേരിൽ പൊതുവായി സമയപരിധി നിശ്ചയിക്കാനാകില്ലെന്നും വാക്കാൽ നിരീക്ഷണം. KTU ഡിജിറ്റൽ സർവകലാശാലകളിലെ VC നിയമനങ്ങളിൽ സുപ്രീം കോടതിയിൽ ഗവർണറുടെ ഹർജി. നിയമന പ്രക്രിയയിൽ നിന്ന് മുഖ്യമന്ത്രിയെ മാറ്റണമെന്നും സെർച്ച് കമ്മിറ്റിയിൽ UGC പ്രതിനിധി വേണമെന്നും ആവശ്യം. ഹർജി ഖേദകരമെന്ന് മന്ത്രി R. ബിന്ദു. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമമെന്ന് MV ഗോവിന്ദൻ. ആഗോള അയ്യപ്പ സംഘവുമായി സർക്കാർ മുന്നോട്ട്. വിമർശനം കേട്ട് പിന്നോട്ടില്ലെന്നും CPM വിശ്വാസികൾക്കൊപ്പമെന്നും MV ഗോവിന്ദൻ. എതിർപ്പ് തുടർന്ന് BJP. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കാണാൻ അനുവദിക്കാതെ VD സതീശൻ. കത്ത് നൽകി മടങ്ങി PS പ്രശാന്ത്. UDF തീരുമാനം ഇന്നറിയാം. ശബരിമലയെ വിവാദ ഭൂമിയാക്കരുതെന്ന് വെള്ളാപ്പള്ളി നടേശൻ. സുഡാനിൽ മണ്ണിടിച്ചിൽ 1000-ലധികം പേർ കൊല്ലപ്പെട്ടു. ദാർഫൂറിലെ തരാസിൻ ഗ്രാമം പൂർണ്ണമായി ഒലിച്ചുപോയി. മണ്ണിടിഞ്ഞ മാരാ മലനിരകളിൽ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരം. അന്താരാഷ്ട്ര സഹായം തേടി പ്രാദേശിക ഭരണകൂടം. അഫ്ഗാനിസ്ഥാനിൽ ഭൂകമ്പത്തിൽ മരണം 1000 കവിഞ്ഞു. അമ്മയെ അധിക്ഷേപിച്ചതിൽ വൈകാരികമായി പ്രതികരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മരിച്ചുപോയ അമ്മയെ വരെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നു. രാജ്യത്തെ അമ്മമാരെയും സഹോദരിമാരെയും കോൺഗ്രസും RJDയും അപമാനിക്കുന്നുവെന്നും പ്രധാനമന്ത്രി. ഓസ്ട്രേലിയൻ പേസർ മിച്ചൽ സ്റ്റാർക്ക് അന്താരാഷ്ട്ര T20യിൽ നിന്ന് വിരമിച്ചു. ടെസ്റ്റിലും ഏകദിനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനെന്ന് സ്റ്റാർക്ക്. വിശദമായി നോക്കാം. ചില സംഭവങ്ങളുടെ പേരിൽ ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിക്കാനാകില്ലെന്ന് സുപ്രീം കോടതി. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിക്കുന്നതിനെക്കുറിച്ചുള്ള രാഷ്ട്രപതിയുടെ റഫറൻസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വാക്കാലാണ് കോടതിയുടെ പരാമർശം. കാലതാമസം നേരിടുന്ന കേസുകളുണ്ട്. അത്തരം സംഭവങ്ങളിൽ കോടതിയെ സമീപിക്കാമെന്നും ഭരണഘടനാ ബെഞ്ച്. പൊതുസമയ പരിധി പ്രായോഗികമല്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. സാഹചര്യങ്ങൾക്കനുസരിച്ച് പുറപ്പെടുവിക്കുന്ന വിധികൾ, നിർദ്ദേശങ്ങൾ എന്നിവ എല്ലാ കേസുകളിലും ബാധകമാകണമെന്നില്ലെന്ന് ചീഫ് ജസ്റ്റിസ് BR ഗവായി പറഞ്ഞു. സർവകലാശാല VC നിയമനങ്ങളിൽ സർക്കാരുമായി വീണ്ടും ഏറ്റുമുട്ടലിന് തയ്യാറെടുത്ത് ഗവർണർ. VCമാരെ നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർ സുപ്രീം കോടതിയിൽ ഹർജി നൽകി. സാങ്കേതിക സർവകലാശാല, ഡിജിറ്റൽ സർവകലാശാല എന്നിവിടങ്ങളിലെ VCയെ നിയമിക്കുന്ന കമ്മിറ്റിയിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒഴിവാക്കണമെന്നാണ് ആവശ്യം. കേരളത്തിലെ സർവകലാശാലകളിലെ ഭരണ സംവിധാനത്തിൽ സുപ്രീം കോടതി ആശങ്ക പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് അടുത്ത നീക്കവുമായി ഗവർണർ എത്തിയിരിക്കുന്നത്. സാങ്കേതിക സർവകലാശാല, ഡിജിറ്റൽ സർവകലാശാല എന്നിവിടങ്ങളിലെ VCയെ നിയമിക്കുന്ന സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒഴിവാക്കണമെന്നാണ് ആവശ്യം. VCമാരുടെ നിയമനത്തിനായി സെർച്ച് കമ്മിറ്റി തയ്യാറാക്കുന്ന പട്ടിക മുഖ്യമന്ത്രിക്ക് നൽകാനായിരുന്നു സുപ്രീം കോടതി നിർദ്ദേശം. എന്നാൽ ഈ പട്ടിക മുഖ്യമന്ത്രിയെ ഒഴിവാക്കി തനിക്ക് നേരിട്ട് നൽകണമെന്നുള്ളതാണ് ഗവർണറുടെ ആവശ്യം. സെർച്ച് കമ്മിറ്റി നൽകുന്ന പാനലിൽ മുഖ്യമന്ത്രിക്ക് മുൻഗണനാക്രമം നിശ്ചയിക്കാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. ഇതനുസരിച്ചായിരിക്കണം നിയമനം. ഇക്കാര്യത്തിൽ ഗവർണർക്ക് എതിർപ്പുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാമെന്നും പറഞ്ഞിരുന്നു. സെർച്ച് കമ്മിറ്റി നിർദ്ദേശിക്കുന്ന പേരുകളിൽ മുൻഗണനാക്രമം നിശ്ചയിച്ച ചാൻസലർക്ക് കൈമാറാനായിരുന്നു സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ഇതനുസരിച്ച് പേരുകൾ കിട്ടി 2 ആഴ്ചയ്ക്കകം നിയമനം നടത്തണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. നിലവിൽ സെർച്ച് കമ്മിറ്റിയിൽ സർക്കാരിന്റെ 2 പ്രതിനിധികളും ഗവർണറുടെ 2 പ്രതിനിധികളുമാണ് ഉള്ളത്. എന്നാൽ ഇത് ചട്ടവിരുദ്ധമാണെന്നും UGC പ്രതിനിധി പകരം വരണമെന്നും ഗവർണർ പറയുന്നു. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമന സമിതിയിൽ സർക്കാരിനുള്ള മേധാവിത്വം അവസാനിപ്പിക്കുകയാണ് ഗവർണറുടെ ലക്ഷ്യം. അമൃത ന്യൂസ്, ന്യൂഡൽഹി. നിയമന പ്രക്രിയയിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഗവർണറുടെ ഹർജി ഖേദകരമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു. സംസ്ഥാനത്ത് സർവകലാശാലകൾക്ക് വേണ്ട പിന്തുണ നൽകി വരുന്നത് സംസ്ഥാന സർക്കാരാണ്. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും ഒഴിവാക്കി എങ്ങനെ വൈസ് ചാൻസലറെ നിയമിക്കാൻ കഴിയുമെന്ന് മന്ത്രി R. ബിന്ദു തൃശൂരിൽ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്
ആ സർവകലാശാലയിൽ ഉൾപ്പെടെ യാതൊരുവിധ അധികാരവുമില്ല എന്നൊക്കെ പറയുന്നത് വളരെ വലിയ മൂഢത്വമാണ് എന്നാണ് പറയാനുള്ളത്. തീർച്ചയായും ഇതുവരെ സംസ്ഥാനത്ത് നിലനിന്നു പോന്നിരുന്ന ഒരു ജനാധിപത്യ മര്യാദകളെയൊക്കെ ലംഘിക്കുന്ന രീതികളാണ് സമീപകാലത്ത് ബഹുമാനപ്പെട്ട ചാൻസലർമാരുടെ ഭാഗത്തു നിന്ന് കണ്ടുവരുന്നത്. അത് വളരെ കഷ്ടമാണ്. നമ്മുടെ സർവകലാശാലകളുടെ അക്കാദമിക് ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം കാലുഷ്യങ്ങൾ സൃഷ്ടിക്കുന്ന നടപടികളിൽ നിന്ന് ഏവരും പിന്തിരിയേണ്ടതാണ് എന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന സുപ്രീം കോടതി വിധി ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ ബാലൻസ്ഡായ ഒന്നായിരുന്നു. ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിൽ ഗവർണർക്ക് സുപ്രീം കോടതിയെ സമീപിക്കാൻ അവകാശമുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കോടതി നിലപാട് അംഗീകരിക്കാതെ മുന്നോട്ടു പോകുകയാണ് ഗവർണറെന്നും അദ്ദേഹം പറഞ്ഞു. ഗവർണർക്ക് അതിനുള്ള അവകാശമുണ്ടല്ലോ, സമീപിക്കട്ടെ. അപ്പോൾ സുപ്രീം കോടതി തീരുമാനിക്കുമല്ലോ. കോടതി ഒരു രമ്യമായ പരിഹാരത്തിന് ഒരു ഫോർമുല മുന്നോട്ട് വെച്ചപ്പോൾ അത് അംഗീകരിക്കാതെ അദ്ദേഹം വർഗീയ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണല്ലോ ഗവർണർ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ബോധപൂർവ്വ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് അതെല്ലാമെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ആ പറഞ്ഞ കാര്യത്തിൻ്റെ ഭാഗമായിട്ട് കോടതിയിലേക്ക് പോയി. കോടതി കൃത്യമായൊരു നിലപാട് ഞങ്ങൾ ആഗ്രഹിച്ച പോലെ അല്ലെങ്കിലും ഒരു നിലപാട് സ്വീകരിച്ചു. ആ നിലപാട് ഇവർക്ക് അംഗീകരിക്കാൻ സാധിക്കാതെ ഒന്നായിട്ട് വന്നു. അപ്പോഴാണ് അതിൻ്റെ അപ്പീലും കാര്യങ്ങളായിട്ട് പോകുന്നത്. അത് സ്വാഭാവികമായുള്ള കാര്യമാണ്. കോടതി തന്നെ തീരുമാനിക്കട്ടെ എന്ന് വെക്കാറുണ്ട്. ഇതിന് ഞങ്ങൾക്ക് വലിയ രാഷ്ട്രീയമായ പ്രശ്നങ്ങളൊന്നുമില്ല. കേരള സർവകലാശാലയിൽ സമവായം. രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പനെ മാറ്റി സിൻഡിക്കേറ്റ് യോഗം. പകരം ചുമതല കാര്യവട്ടം ക്യാമ്പസ് ജോയിന്റ് രജിസ്ട്രാർ R രശ്മിക്ക് നൽകി. മിനി കാപ്പനെ മാറ്റണമെന്ന ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആവശ്യം VC അംഗീകരിക്കുകയായിരുന്നു. കേരള സർവകലാശാലയിൽ സമവായവുമായി വൈസ് ചാൻസലർ. രജിസ്ട്രാറുടെ താൽക്കാലിക ചുമതല നൽകിയിരുന്ന മിനി കാപ്പനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി. ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ തീരുമാനം വൈസ് ചാൻസലർ മോഹനൻ കുന്നുമേൽ അംഗീകരിക്കുകയായിരുന്നു. പകരം ചുമതല കാര്യവട്ടം ക്യാമ്പസിലെ ജോയിന്റ് രജിസ്ട്രാർ R രശ്മിക്ക് നൽകി. 2 മാസത്തിനു ശേഷമാണ് സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത്. യോഗം ചേരുന്നതിനായി അംഗങ്ങൾക്ക് കത്ത് നൽകിയത് തന്നെ നിയമവിരുദ്ധമാണ് എന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിന് പിന്നാലെ സിൻഡിക്കേറ്റ് യോഗത്തിൽ മിനി കാപ്പന്റെ നിയമനത്തിനെതിരെ ഇടത് അംഗങ്ങൾ പ്രതിഷേധിച്ചു. രജിസ്ട്രാർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത മുൻ തീരുമാനം യോഗത്തിൽ മിനി കാപ്പൻ അംഗങ്ങളെ അറിയിച്ചു. ഹൈക്കോടതിയിലുള്ള വിഷയമായതിനാൽ യോഗത്തിൽ ചർച്ച ചെയ്യാനാകില്ലെന്ന് VC അറിയിച്ചു. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ തീരുമാനം VC അംഗീകരിച്ചതോടെ യോഗം മറ്റ് അജണ്ടകളിലേക്ക് കടന്നു. 100 കോടി രൂപയുടെ PM ഉഷ ഫണ്ട് പദ്ധതി, PhD അംഗീകാരം, വിദ്യാർത്ഥികളുടെ വിവിധ ഗവേഷക ഫെലോഷിപ്പുകൾ തുടങ്ങിയവയാണ് അജണ്ടയിലുള്ള വിഷയങ്ങൾ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന് കൂടിക്കാഴ്ച അനുവദിക്കാതെ പ്രതിപക്ഷ നേതാവ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൺട്രോൾമെന്റ് ഹൌസിൽ എത്തിയെങ്കിലും VD സതീശനെ കാണാനായില്ല. കത്ത് നൽകി PS പ്രശാന്ത് മടങ്ങി. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ സമ്മിശ്ര പ്രതികരണം. സംഗമവുമായി മുന്നോട്ടെന്ന് MV ഗോവിന്ദൻ. എതിർപ്പ് തുടർന്ന് BJP രംഗത്ത് വന്നിട്ടുണ്ട്. സെപ്റ്റംബർ 20-ന് ആഗോള അയ്യപ്പ സംഗമം നടത്താനാണ് സർക്കാരിന്റെ തീരുമാനം. ആഗോള അയ്യപ്പ സംഗമവുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്നും വർഗീയവാദികൾക്കൊപ്പമല്ല വിശ്വാസികൾക്കൊപ്പമാണ് CPM എന്നും MV ഗോവിന്ദൻ നിലപാട് വ്യക്തമാക്കി. വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നവരാണ് വർഗീയവാദികൾ. ആ വർഗീയവാദികളുടെ പ്രചാരവേലയോടൊപ്പം ചേർന്ന് നിൽക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ഇല്ല. വിശ്വാസികൾക്കൊപ്പമാണ് ഞങ്ങൾ. അതേസമയം അയ്യപ്പ സംഗമത്തിന് പിന്നിൽ CPM-ന്റെ ദുഷ്ടലാക്കെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് തിരിച്ചടിച്ചു. ആഗോള അയ്യപ്പ സംഗമത്തെ വിമർശിച്ച് പന്തളം കൊട്ടാരം നിർവാഹക സംഘവും രംഗത്തെത്തി. സാധാരണ അയ്യപ്പന്മാർക്ക് ഇതുകൊണ്ട് എന്ത് ഗുണമെന്നും ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കേസുകൾ ഉടൻ പിൻവലിക്കണമെന്നും കൊട്ടാരം നിർവാഹക സംഘം സെക്രട്ടറി MRS വർമ്മ പറഞ്ഞു. ഈ ആഗോള സംഗമം പമ്പയിൽ വെച്ച് നടത്തുമ്പോൾ അതുകൊണ്ട് ഭക്തജന സമൂഹത്തിന് എന്ത് ഗുണമാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് ഭക്തജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ സർക്കാരും ദേവസ്വം ബോർഡും തയ്യാറാകണം.
അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കണമോ എന്നതിൽ UDF ഇന്ന് തീരുമാനമെടുക്കും. ഇതിനായി മുന്നണി നേതാക്കളുടെ യോഗം വൈകിട്ട് 7:30 ഓൺലൈനായി ചേരും. സംഗമവുമായി സഹകരിക്കില്ലെന്ന് നേരത്തെ പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിരുന്നു. അതേസമയം പ്രതിപക്ഷ നേതാവിനെ നേരിട്ടെത്തി ക്ഷണിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് അമൃത TV. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ശബരിമലയെ വിവാദ ഭൂമിയാക്കാൻ ആരും ശ്രമിക്കരുതെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ശബരിമലയിലെ യുവതീ പ്രവേശനം അടഞ്ഞ അധ്യായമാണ്. ആഗോള അയ്യപ്പ സംഗമം ഇടതുപക്ഷ സർക്കാർ നടത്തുന്നതുകൊണ്ട് മാത്രം അതിനെ പിന്തുണയ്ക്കാതിരിക്കാനാകില്ല. UDF പിന്തുണ പ്രഖ്യാപിച്ചാലും ഇല്ലെങ്കിലും അത് പ്രസക്തിയുള്ള കാര്യമല്ല. ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ശബരിമലയ്ക്കും അയ്യപ്പ ഭക്തർക്കും കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കുന്നെങ്കിൽ അത് നല്ലതാണെന്നും അദ്ദേഹം ഇടുക്കിയിൽ പറഞ്ഞു. ശബരിമലയുടെ പ്രസക്തി ആഗോളതലത്തിൽ വരുത്താൻ വേണ്ടിയിട്ട് ദേവസ്വം ബോർഡും ഗവൺമെൻറ് തീരുമാനിച്ചുവെങ്കിൽ അതിനുള്ള തെറ്റെന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. അതിൽ ആരാണ് എതിർക്കുന്നതെന്ന് വെച്ചാൽ അവർ അയ്യപ്പ വിരോധികളാണ്. കാരണം ഇടതുപക്ഷം കൊണ്ടുവന്നു എന്നുള്ളതിൻ്റെ പേരിൽ എതിർക്കുന്നത് എന്തിനാണ്? ആര് പറഞ്ഞു എന്നുള്ളതല്ല, എന്ത് പറഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് സർക്കാരിന്റെ അയ്യപ്പ സംഗമം ആത്മാർത്ഥതയില്ലാത്തതെന്ന് രാജ്യസഭാ MP C സദാനന്ദൻ. പരിപാടിയുടെ ഉദ്ദേശശുദ്ധിയിൽ സംശയമുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ ആത്മാർത്ഥതയില്ലാത്തതെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. കേരളത്തോട് അവഗണനയില്ല എന്ന് മാത്രമല്ല, നിത്യനിദാന ചെലവുകൾ നടത്താൻ കഴിയാത്ത അവസ്ഥയിൽ പോലും കേരളത്തെ സഹായിക്കാൻ സന്നദ്ധമായിട്ടുള്ള സംവിധാനമാണ് കേന്ദ്രത്തിലേത്. ഈ അടുത്ത ദിവസങ്ങളിൽ ഈ ഒരു പ്രചാരണം വളരെ കൂടി വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പാർട്ടി അത് ഗൗരവത്തിൽ പരിഗണിച്ചു. ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ഫണ്ട് അനുവദിക്കുന്ന കാര്യത്തിൽ, അനുവദിച്ച ഫണ്ട് സമയത്ത് ലഭ്യമാകുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും കുറവുകളുണ്ടോ? ഇല്ലെന്നുള്ളതാണ് കേന്ദ്ര ധനകാര്യമന്ത്രി തന്നെ കേരളത്തിൽ വന്ന കാര്യം വെളിപ്പെടുത്തിയതാണ്. അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് കാലാകാലങ്ങളിൽ അനുവദിക്കുന്ന ഫണ്ടിനെ സംബന്ധിച്ച് അത് വിവിധ പദ്ധതികളിലൂടെ ആവട്ടെ, ഗ്രാൻറ്റുകളായിട്ടാവട്ടെ, മറ്റു രീതിയിലുള്ള സഹായങ്ങളായിട്ടാവട്ടെ, വായ്പ അനുവദിക്കുന്ന കാര്യത്തിലാവട്ടെ, ഏതൊക്കെ തരത്തിലാണ് കേരളത്തെ സഹായിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ധവളപത്രം പാർട്ടി പുറത്തിറക്കാൻ ആലോചിച്ചിട്ടുണ്ട്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ MV ഗോവിന്ദന്റെ നിലപാട് ആവർത്തിച്ച് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ശബരിമല വിഷയത്തിൽ CPM-ന് ഇരട്ടത്താപ്പില്ലെന്നും പാർട്ടി വിശ്വാസികൾക്കോ വിശ്വാസത്തിനോ എതിരെ ഒന്നും ചെയ്തിട്ടില്ലെന്നും രാമകൃഷ്ണൻ കോഴിക്കോട് പറഞ്ഞു. ശബരിമല നിലപാട് മാറ്റത്തിൽ എന്തിനാണ് തെറ്റിദ്ധാരണ പരത്തുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. അയ്യപ്പ സംഗമത്തിൽ രാഷ്ട്രീയമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് ഇരട്ടത്താപ്പ് നിങ്ങളെല്ലാം വ്യാഖ്യാനിക്കുന്നതാണ്. CPM-ന് അന്നും ഇന്നും ഒരേ നിലപാടാണുള്ളത്. ആ നിലപാടിൽ നിന്ന് മാറിയിട്ടില്ല. CPIM സ്ത്രീകളെ പ്രവേശനം എന്നുള്ളത് മാത്രമായിട്ട് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നതിനാണ്. നിങ്ങൾക്ക് ആ ചോദിക്കുന്നതിലും അത് പ്രചരിപ്പിക്കുന്നതിലും ഒരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് ആ വിവാദത്തിന് വഴിക്കട്ടെ. ഞങ്ങൾ ആ വിവാദത്തിനില്ല. ശബരിമല അയ്യപ്പ ഭക്ത സമ്മേളനം വിളിക്കേണ്ടത് ദേവസ്വം ബോർഡാണ്, സർക്കാരല്ലെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് K ഹരിദാസ്. ഒരു മതേതര സർക്കാരിന് ഒരു വിഭാഗത്തിന്റെ മാത്രം സമ്മേളനം വിളിക്കാൻ അവകാശമില്ല. ശബരിമല ക്ഷേത്രത്തിന്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഇല്ലാതാക്കാൻ തീരുമാനമെടുത്ത ഗവൺമെന്റാണിത്. സ്ത്രീ പ്രവേശനത്തിനെതിരെ നടന്ന സമരങ്ങളുടെ ഭാഗമായവർക്കെതിരെ ചുമത്തിയ കള്ളക്കേസുകൾ പിൻവലിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. MV ഗോവിന്ദന്റെ പ്രതികരണം കേട്ടാൽ CPM ആണ് അയ്യപ്പ സംഗമം നടത്തുന്നത് എന്ന് തോന്നും. ന്യൂനപക്ഷ പ്രീണനം ഫലം കാണാത്തതിനാൽ സർക്കാർ ഭൂരിപക്ഷ പ്രീണനത്തിന് ശ്രമിക്കുന്നു. ഭൂരിപക്ഷത്തോടും സർക്കാരിന് ആത്മാർത്ഥതയില്ലെന്ന്, സർക്കാരിൻ്റെത് ഇലക്ഷൻ ഗമ്മിക് മാത്രമെന്നും K ഹരിദാസ് പറഞ്ഞു. സുഡാനിലെ ഡാർഫർ മേഖലയിലുണ്ടായ വൻ മണ്ണിടിച്ചിലിൽ 1000-ലധികം പേർ മരിച്ചു, ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. മണ്ണിടിച്ചിലിൽ ഒരു ഗ്രാമം പൂർണ്ണമായും ഇല്ലാതായി. മാറ പർവ്വത പ്രദേശത്ത് കഴിഞ്ഞ ദിവസമാണ് മണ്ണിടിച്ചിലുണ്ടായത്. എന്നാൽ ഇവിടെ കൈയടക്കിയ വിമത സംഘം സുഡാൻ ലിബറേഷൻ മൂവ്മെന്റ് എന്നാണ് വിവരം പുറത്തുവിട്ടത്. സുഡാനിലെ ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് മാറ പർവ്വത പ്രദേശത്തേക്ക് പലായനം ചെയ്തവരാണ് മരിച്ചവരിൽ ഭൂരിഭാഗവും.
കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ ഭൂകമ്പത്തിൽ മരണസംഖ്യ ഉയരുന്നു. 1000-ലധികം പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. 2800 പേർക്ക് പരിക്കേറ്റു. അവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇന്ത്യ, ഇറാൻ, ബ്രിട്ടൻ, ചൈന അടക്കമുള്ള രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാന് സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. റിക്ടർ സ്കെയിലിൽ 6.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് അഫ്ഗാനിസ്ഥാനിൽ കനത്ത നാശം വിതച്ചത്. നങ്കഹാർ, നൂറിസ്ഥാൻ, ലാഗ്മാൻ, കുനാർ എന്നീ 4 പ്രവിശ്യകളെ ഭൂകമ്പം ബാധിച്ചു. കുനാർ പർവ്വത പ്രദേശങ്ങളിലെ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും രക്ഷാപ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തി. അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിലടക്കം ശക്തമായ തുടർചലനങ്ങളുണ്ടായി. അതിനിടെ ലോകരാജ്യങ്ങളോട് താലിബാൻ സഹായം അഭ്യർത്ഥിച്ചു. ജനസംഖ്യയുടെ പകുതിയിലധികവും അടിയന്തര സഹായം ആവശ്യമുള്ളവരാണെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്ക്. ദുരിതബാധിതർക്ക് സാധ്യമായ എല്ലാ മാനുഷിക സഹായങ്ങളും നൽകാൻ ഇന്ത്യ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. കാബൂളിലേക്ക് 1000 കുടുംബ ടെന്റുകളും കുനാറിലേക്ക് 15 ടൺ ഭക്ഷണവും ഇന്ത്യ അയച്ചു കഴിഞ്ഞു. ഇന്നു മുതൽ കൂടുതൽ സഹായം എത്തിക്കുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും അറിയിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ സഹായം നൽകാൻ തയ്യാറാണെന്ന് ചൈനയും അറിയിച്ചു. ലോകാരോഗ്യ സംഘടന ടീമുകളെ അഫ്ഗാനിസ്ഥാനിൽ വിന്യസിച്ചു. ബ്രിട്ടൻ അടിയന്തര ധനസഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്യാവശ്യമായ ആരോഗ്യ സംരക്ഷണവും സഹായങ്ങളും എത്തിക്കുന്നതിനായി 1 മില്യൺ പൗണ്ടാണ് അനുവദിച്ചത്. നിരവധി കെട്ടിടങ്ങൾ ഇപ്പോഴും മണ്ണിനടിയിലായതിനാൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും. ജലാലാബാദിൽ നിന്നും 27 കിലോമീറ്റർ അകലെയാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. മണ്ണിടിച്ചിലിൽ പ്രഭവ കേന്ദ്രത്തിന് സമീപമുള്ള പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടു പോയതിനാൽ നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ ഇനിയും സമയമെടുക്കും. ഭൂചലനത്തിൽ തകർന്ന പ്രദേശങ്ങളിൽ 90% പർവ്വതമേഖലകളായത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാണ്. ആളുകളെ പുറത്തെത്തിക്കാൻ ഹെലികോപ്റ്ററുകളാണ് നിലവിൽ ഉപയോഗിക്കുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത TV. ബീഹാറിൽ പ്രതിപക്ഷ റാലിക്കിടെ തന്റെ അമ്മയെ അപമാനിച്ച സംഭവത്തിൽ വൈകാരികമായി പ്രതികരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രീയവുമായി ഒരു ബന്ധവുമില്ലാത്ത തന്റെ അമ്മയെ കോൺഗ്രസും RJDയും അപമാനിച്ചുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. തന്റെ അമ്മയെ അപമാനിക്കുക വഴി ബീഹാറിലെ അമ്മമാരെ ആകെ അപമാനിച്ച പ്രതിപക്ഷ പാർട്ടികൾക്ക് മറുപടി നൽകണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ ദിവസമാണ് പ്രതിപക്ഷ റാലിക്കിടെ പ്രവർത്തകർ പ്രധാനമന്ത്രിയെയും അമ്മയെയും അപമാനിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നത്. ഇത് പിന്നീട് BJP ഏറ്റെടുക്കുകയും വലിയ വിമർശനങ്ങൾ ഉയർത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് വൈകാരികമായി വിഷയത്തിൽ പ്രതികരിച്ച് പ്രധാനമന്ത്രി തന്നെ രംഗത്തെത്തിയത്. രാഷ്ട്രീയവുമായി ഒരു ബന്ധവുമില്ലാത്ത തന്റെ അമ്മയെ കോൺഗ്രസിന്റെയും RJDയുടെയും വേദിയിൽ അപമാനിച്ചുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇത് തന്റെ അമ്മയെ മാത്രമല്ല ബീഹാറിലെ മുഴുവൻ അമ്മമാരെയും അപമാനിക്കുന്നതിന് തുല്യമാണ്. അതിന് ശരിയായ അർത്ഥത്തിൽ മറുപടി നൽകാൻ ബീഹാറിലെ ജനങ്ങൾ തയ്യാറാകണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. ബീഹാറിലെ ഗ്രാമീണ സ്ത്രീകൾക്ക് സ്വയം പര്യാപ്തത ഉറപ്പാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനത്തിനിടെയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. मेरी उस मां को RJD कांग्रेस के मंच से भद्दी भद्दी गालियां दी गई. माताएं बहनें, मैं देख रहा हूं आपके चेहरे, आपको भी कितना दर्द हुआ होगा. मैं देख रहा हूं कुछ माताओं के आंख में आंसू मुझे नजर आ रहे हैं. ये बहुत ही दुख देने वाला है, कष्ट देने वाला है, पीड़ा देने वाला है. क्या गुना उस मां का, क्या गुना. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ പോലും അപമാനിക്കുന്ന സമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. സ്ത്രീകളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രാഷ്ട്രീയം നല്ലതല്ലെന്നും അദ്ദേഹം പറഞ്ഞു. വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ചു വീണ യുവരാജാക്കന്മാർക്ക് സാധാരണ അമ്മമാരുടെ കഷ്ടപ്പാട് അറിയില്ലെന്ന് രാഹുലിനെയും തേജസ്വിയെയും ഉദ്ദേശിച്ച് മോഡി പറഞ്ഞു. कांग्रेस RJD के मंच से गाली, भद्दी गाली केवल मेरी मां को नहीं दी गई है. ये भद्दी भद्दी गाली करोड़ों माताओं बहनों को दी गई है. അതേസമയം പുതിയ പദ്ധതി നടപ്പാക്കുന്നതിലൂടെ ബീഹാറിലെ വനിതകളുടെ അന്തസ് ഉയരുമെന്ന് പറഞ്ഞ മോദി കൊള്ളപ്പലിശ ഈടാക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് അവർക്ക് സംരക്ഷണം ഒരുക്കുകയാണ് ചെയ്യുന്നതെന്നും പറഞ്ഞു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ പരോക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചിലരുടെ സാമ്പത്തിക സ്വാർത്ഥത രാജ്യത്തിന് വെല്ലുവിളിയാണെന്നും എന്നാൽ രാജ്യം അതിനെ അതിജീവിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അടുത്ത് തന്നെ ഇന്ത്യ 3ാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സെമികോൺ ഇന്ത്യ 2025 സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതാവിനെ അപമാനിച്ച രാഹുൽ ഗാന്ധിയുടെ രാജി ആവശ്യപ്പെട്ട് മഹിളാ മോർച്ച പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. തിരുവനന്തപുരം വെള്ളയമ്പലത്തിൽ നിന്ന് ആരംഭിച്ച മാർച്ച് KPCC ഓഫീസിന് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. പ്രതിഷേധിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചു. കേന്ദ്രത്തിലെ സീനിയർ രാഹുൽ
സ്ത്രീവിരുദ്ധത നടത്തുമ്പോൾ കേരളത്തിലെ ജൂനിയർ രാഹുൽ സ്ത്രീപീഡനം നടത്തുകയാണെന്ന് മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് പറഞ്ഞു. സംരക്ഷിച്ചു പോരുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. കേന്ദ്ര നേതൃത്വത്തിന്റെ കീഴിൽ കോൺഗ്രസിന് അത്തരം നിലപാടുകളാണെങ്കിൽ അവിടെ ഒരു സീനിയർ രാഹുല് സ്ത്രീവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന വ്യക്തികളെ സംരക്ഷിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തും സ്ഥിതി മറ്റൊന്നല്ല എന്ന് നമുക്കറിയാം. ഇവിടെ ഒരു ജൂനിയർ രാഹുല് സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ അഴിച്ചുവിടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ മുൻ മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനെതിരെ DGPക്ക് നൽകിയ പരാതി അന്വേഷണത്തിന് വിട്ടേക്കില്ല. കോൺഗ്രസ് നേതാവ് M. മുനീറാണ് കടകംപള്ളി സുരേന്ദ്രനെതിരെ DGPക്ക് പരാതി നൽകിയത്. പരാതിക്കാരി നേരിട്ട് പരാതി നൽകാതെ കേസെടുക്കാൻ കഴിയില്ലെന്നാണ് പോലീസിന്റെ നിലപാട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ കേസെടുത്തതും കടകംപള്ളിയുടെ കേസുമായി താരതമ്യം ചെയ്യാനാവില്ലെന്നും പോലീസ് പറയുന്നു. ഡൽഹി കലാപക്കേസിൽ പ്രതിയായ JNU മുൻ വിദ്യാർത്ഥി നേതാവ് ഉമർ ഖാലിദ്, ഷർജീൽ ഇമാം എന്നിവർക്ക് ജാമ്യമില്ല. ഇരുവരുടെയും ജാമ്യാപേക്ഷ ഡൽഹി ഹൈക്കോടതി തള്ളി. ഇരുവർക്കും പുറമെ മറ്റ് 8 പേരുടെയും ജാമ്യാപേക്ഷയും കോടതി തള്ളിയിട്ടുണ്ട്. ജസ്റ്റിസ് നവീൻ ചൗള അധ്യക്ഷനായ ബെഞ്ചാണ് ജാമ്യാപേക്ഷയിൽ വിധി പറഞ്ഞത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് ദുരിതത്തിലായ കാട്ടാക്കട സ്വദേശി സുമയ്യ പ്രതിപക്ഷ നേതാവ് VD സതീശനെ സന്ദർശിച്ചു. എല്ലാവിധ പിന്തുണയും പ്രതിപക്ഷ നേതാവ് ഉറപ്പു നൽകിയതായി സുമയ്യ പറഞ്ഞു. ഡോക്ടർ രാജീവ് കുമാർ ഇപ്പോഴും ജനറൽ ആശുപത്രിയിൽ തുടരുന്നതിൽ അതൃപ്തിയുണ്ടെന്നും സുമയ്യ പറഞ്ഞു. നാളെ 10:30 പ്രിൻസിപ്പൽ ഓഫീസിൽ, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. നാളെ അവിടെ പോയിട്ട് എന്താണെന്ന് നോക്കിയിട്ട് തുടർ നടപടി എന്താണെന്ന് അപ്പോൾ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. ഉറപ്പായിട്ടല്ല, നമുക്ക് തുടർന്ന് നോക്കാം. കൂടെ ഒന്നും ഒരു കുഴപ്പമില്ല, അവരെല്ലാം മുന്നിട്ട് എല്ലാം ചെയ്തു തരും എന്നൊക്കെയാണ് ആ ഒരു ഉറപ്പ്. പക്ഷെ അത് നടപ്പിലാക്കിയാൽ ഉറപ്പാകും. ഡോക്ടറിൻ്റെ പേര് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അവരത് പരിശോധിച്ച ശേഷം എന്താണെന്നുള്ള ഡോക്ടറിൻ്റെ പേര് നടപടി എടുക്കുമെന്നാണ് പറയുന്നത്. എനിക്ക് പറ്റിയതുപോലെ ഇനി ആർക്കും വരാതിരിക്കട്ടെ. കണ്ടതിൽ ഒരാശ്വാസമുണ്ട്. പറഞ്ഞു നാളെ നമുക്ക് നോക്കാം, പേടിക്കേണ്ട, നമുക്കിത് ഇതിനുള്ളൊരു നടപടി ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് നടപ്പിലാക്കിയാൽ നമുക്കത് പൂർണ്ണമായിട്ടും ഉറപ്പിക്കാൻ പറ്റും. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ കടുത്ത ഭിന്നത. നിയമസഭാ സമ്മേളനത്തിൽ രാഹുലിനെ പങ്കെടുപ്പിക്കുന്നതിൽ അന്തിമ തീരുമാനമെടുക്കാനാകാതെ നേതൃത്വം. അതിനിടെ 15-ന് തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുക്കുന്നതിൽ നിയമ തടസ്സമില്ല എന്ന് സ്പീക്കർ അറിയിച്ചു. നിരവധി സ്ത്രീകളിൽ നിന്ന് ഗുരുതര ആരോപണം ഉയർന്നതിനെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ തുടക്കത്തിൽ കോൺഗ്രസിനുള്ളിൽ ഏക അഭിപ്രായമായിരുന്നു. പാർട്ടി ഒറ്റക്കെട്ടായി എടുത്ത് ആർജവമുള്ള തീരുമാനമെന്ന് നേതൃത്വം ആവർത്തിച്ചു വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ദിവസങ്ങൾ പിന്നിട്ടപ്പോഴേക്കും കാറ്റ് മാറി വീശാൻ തുടങ്ങി. ആരോപണം ഉന്നയിച്ചവർ ആരും പരാതി നൽകാൻ തയ്യാറാകാതിരുന്നതോടെ അതിൽ കടിച്ചു തൂങ്ങുകയാണ് രാഹുലിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം. ഒറ്റ പരാതി പോലുമില്ലാതെ നടപടിയെടുത്തത് എടുത്തുചാട്ടമായി പോയി എന്ന വിമർശനം ഷാഫി പറമ്പിൽ ഉൾപ്പെടുന്ന A ഗ്രൂപ്പ് ഉന്നയിക്കുന്നു. ഇതിനിടെ രാഹുലിനെ പാലക്കാട് എത്തിക്കാൻ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ ശക്തമായ അണിയറ നീക്കവും നടക്കുകയാണ്. എന്നാൽ രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കരുത് എന്ന നിലപാടിൽ തുടക്കത്തിലുണ്ടായിരുന്ന ഐക്യം ഇപ്പോൾ നേതാക്കൾക്കില്ല. MLA പദവി രാജിവെക്കണമെന്ന മുറവിളി കോൺഗ്രസിലെ വനിതാ നേതാക്കൾ ഉൾപ്പെടെ CPM-ഉം BJP-യും ഉയർത്തിയതോടെയാണ് നേതൃത്വം നിലപാട് ഘടിപ്പിച്ചത്. എന്നാൽ രാജിക്കായുള്ള മുറവിളി മറുഭാഗത്ത് ദുർബലമായതോടെ ആരോപണം ഉന്നയിച്ചവരുടെ പശ്ചാത്തലവും പരാതിയുടെ കഴമ്പുമൊക്കെ ചികയാൻ തുടങ്ങിയിരിക്കുന്നു കോൺഗ്രസ്. ഇതോടെ A ഗ്രൂപ്പ് ശക്തമായി രാഹുലിനു വേണ്ടി നീക്കം ആരംഭിച്ചു. UDF കൺവീനർ അടൂർ പ്രകാശും MM ഹസനും ഉൾപ്പെടെയുള്ളവർ നിയമസഭാ സമ്മേളനത്തിൽ നിന്ന് രാഹുൽ എന്തിനു മാറി നിൽക്കണമെന്ന ചോദ്യം ഉന്നയിച്ചു കഴിഞ്ഞു. രാഹുൽ വിഷയത്തിൽ തുടക്കം മുതലേ നിലപാട് ഘടിപ്പിച്ച പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർക്ക് നേരെയാണ് വിമർശനം. ഇതോടെയാണ് നേതൃത്വം നിലപാടിൽ ഉറച്ചു നിൽക്കാൻ തുടങ്ങിയത്. രാഹുലിനെതിരായ നടപടി ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണെന്നും അന്ന് മിണ്ടാതിരുന്നവർ ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്നത് ശരിയല്ല എന്നും നേതൃത്വം വ്യക്തമാക്കുന്നു. സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന കാര്യം രാഹുൽ തീരുമാനിക്കട്ടെ എന്ന് A ഗ്രൂപ്പും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഈ മാസം 15-ന് ആരംഭിക്കുന്ന സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നതിൽ നിയമപരമായ തടസ്സമില്ല എന്ന് സ്പീക്കറും അറിയിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
സംസ്ഥാന സർക്കാരിന്റെ ഓണാഘോഷ പരിപാടികൾക്ക് നാളെ തുടക്കമാകും. കനകക്കുന്നിൽ നടക്കുന്ന ആഘോഷ പരിപാടികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 9-ാം തീയതി വരെ 33 വേദികളിലായി നടക്കുന്ന ഓണാഘോഷ പരിപാടിയിൽ 10,000-ത്തിലധികം കലാകാരന്മാർ പങ്കെടുക്കും. 10 വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾ ഓണാഘോഷ പരിപാടികൾ കാണാനായി എത്തും. ഓണം വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിർവഹിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു. മന്ത്രിമാരായ വി ശിവൻകുട്ടി, മുഹമ്മദ് റിയാസ് എന്നിവർ രാജ്ഭവനിൽ നേരിട്ടെത്തിയാണ് ഗവർണറെ ഓണാഘോഷ പരിപാടിയിലേക്ക് ക്ഷണിച്ചത്. കൂടിക്കാഴ്ചയിൽ ഓണക്കോടിയും ഗവർണർക്ക് സമ്മാനിച്ചു. പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ഗവർണർ അറിയിച്ചതായി മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. രണ്ടാം പിണറായി സർക്കാരിന്റെ 3ാമത് ഓണാഘോഷ പരിപാടികൾക്കാണ് നാളെ തുടക്കമാകുന്നത്. ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ വർഷം ഓണാഘോഷ പരിപാടികൾ നടത്തിയിരുന്നില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിച്ചേക്കുമെന്ന് റിപ്പോർട്ട്. ഈ മാസം 13-ന് പ്രധാനമന്ത്രി മണിപ്പൂരിലെത്തുമെന്നാണ് വിവരം. മിസോറാം സന്ദർശനത്തിനൊപ്പമാണ് പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് എത്തുക. സംഘർഷമുണ്ടായതിനു ശേഷം ആദ്യമായാണ് മോദി മണിപ്പൂരിലെത്തുന്നത്. 51 കിലോമീറ്റർ നീളുന്ന ബൈറാബി സായിരംഗ് റെയിൽവേ പദ്ധതിയുടെ ഉദ്ഘാടനത്തിനായാണ് പ്രധാനമന്ത്രി മിസോറാമിലെത്തുന്നത്. അതിന്റെ ഭാഗമായി അദ്ദേഹം മണിപ്പൂർ കൂടി സന്ദർശിക്കും. ഈ മാസം 13-ന് പ്രധാനമന്ത്രി മണിപ്പൂരിൽ എത്തുമെന്നാണ് റിപ്പോർട്ട്. സന്ദർശനത്തിന്റെ ഭാഗമായി സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി തുടങ്ങിയിട്ടുണ്ട്. മിസോറാമിൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് നിലവിലുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തി. 2023 മെയ് മാസത്തിൽ സംഘർഷം തുടങ്ങിയ മണിപ്പൂരിൽ ആദ്യമായാണ് പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്നത്. കുക്കി മെയ്തൈ സംഘർഷം അതീവ ഗുരുതരമായപ്പോഴും പ്രധാനമന്ത്രി സംസ്ഥാനത്തേക്ക് എത്തിയില്ല. ഇത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. സംഘർഷത്തിലും തുടർന്നുണ്ടായ പോലീസ് നടപടിയിലും നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമായത്. രാജ്യവ്യാപക പ്രതിഷേധം പ്രതിപക്ഷമുയർത്തി. പാർലമെന്റിൽ ഉൾപ്പെടെ പ്രധാനമന്ത്രി മൗനം പാലിച്ചത് വലിയ ചർച്ചയായിരുന്നു. സംഘർഷം അതിരുകടന്നതോടെ കഴിഞ്ഞ ഫെബ്രുവരി 13-ന് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. കേന്ദ്ര നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രി രാജിവെക്കുകയും ചെയ്തു. തുടർന്ന് 6 മാസക്കാലമായി രാഷ്ട്രപതി ഭരണത്തിന് കീഴിലാണ് മണിപ്പൂർ. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ രാഷ്ട്രപതി ഭരണം പിൻവലിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ പരിഗണിച്ചേക്കും. അതിൽ നിർണായകമാവുക പ്രധാനമന്ത്രി സംസ്ഥാനത്ത് എത്തുന്നത് തന്നെയാണ്. നിലവിലുണ്ടായിരുന്ന സർക്കാരിന് 2027 വരെയാണ് കാലാവധി ഉള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാർ രൂപീകരണത്തിന് മറ്റു തടസ്സങ്ങൾ ഉണ്ടാകില്ല എന്നാണ് സൂചന. അമൃത ന്യൂസ്, ന്യൂഡൽഹി. CHന്റെ പേര് ലീഗ് ആസ്ഥാനത്തില്ല എന്ന KT ജലീലിന്റെ വിമർശനത്തിന് മറുപടിയുമായി ഡോക്ടർ MK മുനീർ. മുസ്ലിം ലീഗിൽ നിന്ന് പുറത്തുപോയെങ്കിലും തന്റെ പിതാവിനെ KT ജലീൽ ഓർത്തതിൽ സന്തോഷമെന്നും MK മുനീർ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ പരാതി നൽകിയിട്ടില്ലെന്നും MK മുനീർ പറഞ്ഞു. പാർട്ടി തന്റെ പിതാവിനെ പരിഗണിക്കുന്നില്ല എന്ന് തോന്നുന്നില്ല. CHന്റെ പേരിൽ നിരവധി കേന്ദ്രങ്ങളുണ്ട്. എല്ലാ സ്ഥലത്തും പേര് വന്നേ തീരൂ എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നും മുനീർ പറഞ്ഞു. അല്ലാതെ ഇതിൽ ഞാൻ എന്തോ പരാതി കൊടുത്തു എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പരാതിയൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അതാദ്യം വ്യക്തമാക്കുകയാണ്. പിന്നെ പാർട്ടിയിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ പരാതിപ്പെടില്ലല്ലോ. പാർട്ടി എൻ്റെ പിതാവിനെ പരിഗണിക്കുന്നില്ല എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം ഈ കേരളത്തിലുടനീളമുള്ള CH സെൻറ്ററുകൾ ഒക്കെ തന്നെ പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ളതല്ലേ. അല്ല, ഞാനിപ്പം KT ജലീലിൻ്റെ പറയുന്നത് അദ്ദേഹം ഓർത്തല്ലോ. എൻ്റെ പിതാവിനപ്പോൾ അദ്ദേഹം അപ്പുറത്ത് നിന്നപ്പോഴും ഇപ്പുറത്തുള്ള എൻ്റെ പിതാവിനെ ഓർത്തല്ലോ. അതൊരു വലിയ പീഡനക്കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട ഇടുക്കി മൂന്നാറിലെ അധ്യാപകൻ ആനന്ദ് ശിവകുമാർ ഉന്നയിച്ച ആരോപണം അടിസ്ഥാനരഹിതമെന്ന് ദേവികുളം മുൻ MLA S രാജേന്ദ്രൻ. പരാതിക്കാർ അധ്യാപകനെതിരെ പരാതി നൽകിയ ശേഷമാണ് തന്നെ സമീപിച്ചത്. പരാതിയുമായി പാർട്ടിക്കോ MLA ഓഫീസിനോ ബന്ധമില്ല. പരാതി നൽകിയതോടെ അധ്യാപകൻ ക്രൂരമായി പെരുമാറുന്നു എന്ന് ആരോപിച്ചാണ് പരാതിക്കാർ തന്നെ സമീപിച്ചത്. അത്തരം നടപടികൾ ഉണ്ടാവാൻ പാടില്ലെന്ന് അന്നത്തെ പ്രിൻസിപ്പളുമായി സംസാരിച്ചിരുന്നു. മറിച്ചുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും രാജേന്ദ്രൻ പറഞ്ഞു. ആനന്ദ് വിശ്വനാഥൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കേൾക്കുകയുണ്ടായി. പക്ഷേ അദ്ദേഹം പറയുന്നത് ഒട്ടും സത്യസന്ധതയുള്ള ഒരു വാചകങ്ങളല്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരുപാട് പരാതികൾ ഉണ്ടായിരുന്നു. ധൈര്യം കാണിച്ച ഏതാനും കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ പരാതി കൊടുത്തതിന് ശേഷമേ അവർ എന്നോട് വന്ന് പറഞ്ഞിട്ടുള്ളൂ. ഭാര്യ ഭർത്താവായിട്ടുള്ള 2 പേരാണ് എന്നെ ഒന്ന് കണ്ടത്. അതായത് വിവാഹിതയായ ഒരു പെൺകുട്ടി, കോളേജിലെ സ്റ്റുഡൻറ്റ്. ആ കുട്ടിയാണ് ഭർത്താവിൻ കൂട്ടി വന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞത്.
CPM നേതൃത്വത്തെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് മുതിർന്ന നേതാവ് പിരപ്പൻകോട് മുരളി. പുറകിൽ നിന്ന് കുത്തിയവരും ഒറ്റപ്പെടുത്തിയവരും VSന്റെ വിലാപയാത്രയിൽ നെഞ്ചുവിരിച്ചു നിന്നു. പാർട്ടിയിൽ നിന്ന് പുറത്തു ചാടിക്കാൻ നോക്കിയവരെല്ലാം VS ആരാണെന്ന് തിരിച്ചറിഞ്ഞത് മരണശേഷമാണെന്നും പിരപ്പൻകോട് മുരളി തുറന്നടിച്ചു. VS കമ്മ്യൂണിസ്റ്റ് മനുഷ്യാവതാരം എന്ന പുസ്തകത്തിലാണ് പിരപ്പൻകോടിന്റെ വിമർശനം. VSന്റെ മരണശേഷം വായനക്കാരിലേക്ക് എത്തുന്ന പിരപ്പൻകോട് മുരളിയുടെ പുസ്തകമാണ് VS കമ്മ്യൂണിസ്റ്റ് മനുഷ്യാവതാരം. VSന്റെ ആത്മകഥാംശമുള്ള പുസ്തകം കൂടിയാണിത്. പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന വേളയിലായിരുന്നു VSന്റെ വിയോഗം. ക്യാപിറ്റൽ പണിഷ്മെന്റുമായി ബന്ധപ്പെട്ട പിരപ്പൻകോട് മുരളിയുടെ വെളിപ്പെടുത്തൽ ആ സമയത്ത് ഏറെ ചർച്ചയായിരുന്നു. വിഭാഗീയതയുടെ കാലത്ത് പാർട്ടി VSനോട് കാട്ടിയതൊക്കെ പുസ്തകത്തിൽ വിവരിക്കുന്നു. പുറകിൽ നിന്ന് കുത്തിയവരൊക്കെ വിലാപയാത്രയിൽ നെഞ്ചുവിരിച്ചു നിന്നുവെന്ന് പിരപ്പൻകോട് മുരളി തുറന്നടിക്കുന്നു. മരണശേഷമാണ് VSനെ പാർട്ടിക്കാർ തിരിച്ചറിഞ്ഞത്. പാർട്ടിയിലെ കണ്ണു തുറക്കാത്ത ദൈവങ്ങളുടെ കണ്ണ് ജനലക്ഷങ്ങൾ തുറപ്പിച്ചു. സന്ദർഭത്തിനൊത്ത CPM നേതാക്കൾ ഉയർന്നത് നന്നായി എന്നും പുസ്തകത്തിൽ പരിഹസിക്കുന്നു. ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശം പുസ്തകത്തിലും വിശദീകരിക്കുന്നുണ്ട്. VSന്റെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് വിമർശിക്കേണ്ടതെന്ന് മുൻകൂട്ടി ശിക്ഷണം ലഭിച്ച ഒരു കൂട്ടം പ്രതിനിധികളെ ചർച്ചയിൽ പങ്കെടുക്കാൻ തയ്യാറാക്കി നിർത്തിയിരുന്നു. അക്കൂട്ടത്തിൽ നാടും നാടിന്റെ ചരിത്രവും അറിയാത്ത ഒരു യുവ വായാടിയായ പ്രതിനിധിയെ കൊണ്ട് VSന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് വരെ പറയിപ്പിച്ചു. ഇത് പറയുമ്പോൾ അധ്യക്ഷവേദിയിലും പ്രസിഡിയത്തിലും ഉണ്ടായിരുന്ന ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നേതാക്കൾ ഊറിച്ചിരിക്കുകയായിരുന്നു. പുസ്തകം വിവരിക്കുന്നു. എന്നാൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശം വിവാദമായപ്പോൾ പുസ്തകം വിറ്റഴിക്കാനായി നടത്തുന്ന ജൽപ്പനങ്ങളെന്നായിരുന്നു അന്ന് MV ഗോവിന്ദൻ പരിഹസിച്ചത്. ഇതിനുള്ള മറുപടിയും പുസ്തകത്തിലുണ്ട്. MV ഗോവിന്ദന് സൈബർ പോരാളിയുടെ ഭാഷയെന്നാണ് പുസ്തകത്തിൽ പറയുന്നത്. VSനെ കുറിച്ച് മറ്റാരും എഴുതരുതെന്ന് പാർട്ടി കർദിനാൾമാർ കൽപ്പിക്കുന്നുണ്ടെന്നും പുസ്തകത്തിൽ വിമർശിക്കുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവാറന്മുളയപ്പന് തിരുവോണ സദ്യയ്ക്കുള്ള വിഭവങ്ങൾ എത്തിക്കാൻ കോട്ടയം മങ്ങാട്ടില്ലത്തെ ഭട്ടത്തിരി പുറപ്പെട്ടു. മങ്ങാട്ടില്ലം അനൂപ് നാരായണ ഭട്ടത്തിരിക്കാണ് ഇത്തവണ തിരുവോണത്തോണിയേറാനുള്ള നിയോഗം. 3 നാൾ നീളുന്ന യാത്രയ്ക്കൊടുവിൽ തിരുവോണ നാളിലാണ് ഭട്ടത്തിരി ആറന്മുളയിലെത്തുക. തിരുവോണനാളിൽ ആറന്മുളയപ്പന് സദ്യയ്ക്കുള്ള വിഭവങ്ങൾ എത്തിക്കുന്ന തിരുവോണത്തോണിയുടെ അകമ്പടിത്തോണിയാണ് കോട്ടയം കുമാരനെല്ലൂരിൽ നിന്നും പുറപ്പെട്ടത്. തലമുറകളായി തുടരുന്ന ആചാരത്തിന് ഐതിഹ്യത്തിന്റെ പിൻബലവുമുണ്ട്. കുമാരനെല്ലൂരിൽ നിന്നും മീനച്ചിലാറ്റിലൂടെ ചുരുളൻവള്ളത്തിൽ കാട്ടൂരിലെത്തി അവിടെ നിന്നുമാണ് ഭട്ടതിരി തിരുവോണത്തോണിയേറുക. കഴിഞ്ഞ വർഷവും അനൂപ് നാരായണ ഭട്ടതിരിക്ക് തന്നെയായിരുന്നു ആറന്മുളയപ്പന് തിരുവോണ സദ്യയ്ക്ക് വേണ്ട വിഭവങ്ങൾ എത്തിക്കാൻ നിയോഗം. വലിയൊരു നിയോഗമാണ്. അങ്ങേറ്റം സന്തോഷത്തോടു കൂടി അത് ഏറ്റെടുക്കുന്നു. ഇപ്പോൾ ഇവിടെ ഉള്ള എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഈ യാത്രയാണ് എപ്പോഴും പരമപ്രധാനമായിട്ട് എല്ലാവരും കാണുന്നത്. അപ്പോൾ എല്ലാ കുടുംബാംഗങ്ങളും മുടങ്ങാതെ മൂലത്തിന് തലേന്നാൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരുവോണമില്ല. തിരുവോണത്തിന് അന്ന് കുടുംബത്തിലെ കാരണവർ ഇവിടെ ഇല്ല. അപ്പോൾ മൂലം നാളാണ് ശരിക്കും ഞങ്ങൾ തിരുവോണമായിട്ട് തന്നെ ആഘോഷിക്കുന്നത്. ആദ്യ ദിവസം ചക്കുളത്തുകാവിൽ വിശ്രമിച്ച ശേഷം 2ാം ദിനം പമ്പയാറ്റിലൂടെ കാട്ടൂരിലെത്തും. ഉത്രാട ദിനത്തിൽ കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഉച്ചപൂജയിൽ പങ്കെടുക്കും. ഉത്രാട സന്ധ്യയ്ക്ക് കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രക്കടവിൽ നിന്നും ഓണവിഭവങ്ങളും ദീപവുമായി തിരുവോണത്തോണി പുറപ്പെടും. കാട്ടൂരിൽ നിന്ന് 18 കരക്കാരുടെ പ്രതിനിധികൾ തോണിയിലുണ്ടാകും. കുമാരനെല്ലൂരിൽ നിന്നുള്ള വള്ളം അകമ്പടിയായി മാറും. സെപ്റ്റംബർ 5-ന് തിരുവോണനാളിൽ പുലർച്ചെ ആറന്മുള മധുകടവിൽ തോണിയെത്തും. തിരുവോണത്തോണിയിൽ എത്തിക്കുന്ന വിഭവങ്ങൾ കൂടി ചേർത്താണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ തിരുവോണ സദ്യ ഒരുക്കുന്നത്. അമൃത ന്യൂസ്, കോട്ടയം.